നിങ്ങൾക്കറിയാമോ, ലയണൽ സ്കലോണി അർജന്റീനയുടെ പരിശീലകനായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഇതുവരെയും അർജന്റീന തുടർച്ചയായി 2 മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞിട്ടില്ല. എല്ലാ പൊസിഷനിലും റൊട്ടേഷൻ പരീക്ഷിക്കുന്ന ലയണൽ സ്കലോണി എന്തുകൊണ്ടാണ് എമിലിയാനോ മാർട്ടിനസിന്റെ പൊസിഷനിൽ മറ്റൊരാളെ പരീക്ഷിക്കാത്തതെന്ന് ഒരു ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹം തന്നെയായിരിക്കും ഈ മാസവും നമ്മുടെ സ്റ്റാർട്ടർ ഗോൾ കീപ്പർ. വരുന്ന നവംബറിൽ നടക്കുന്ന സൗഹൃദ മത്സരങ്ങളിൽ തീർച്ചയായിട്ടും എമിലിയാനോ മാർട്ടിനസിന് വിശ്രമം നൽകിക്കൊണ്ട് മറ്റൊരു ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. തൽക്കാലം എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും നമ്മുടെ ഇനിയുള്ള മത്സരങ്ങളിലെ സ്റ്റാർട്ടർ. AS റോമയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മത്തിയാസ് സൂളയെ എന്തുകൊണ്ടാണ് അർജന്റീന ടീമിലേക്ക് പരിഗണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: മത്തിയാസ് സൂളെ നല്ലൊരു താരമാണ്. അദ്ദേഹം അർജന്റീന നാഷണൽ ടീമിൻ്റെ ഭാവിയായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം മാത്രമല്ല, ഗർനാജോയും കാർബോണിയുമൊക്കെ അർജന്റീനയുടെ വരുംകാല താരങ്ങളാണ്. തീർച്ചയായിട്ടും അർജന്റീനയുടെ പരിശീലന്മാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും നിരീക്ഷണത്തിലാണ് ഈ യുവതാരങ്ങളെല്ലാം തന്നെ. കൃത്യസമയത്ത് അവർക്ക് അർജന്റീന ടീമിൽ അവസരം ലഭിക്കും. പോർട്ടോറിക്കുമായി അടുത്ത ദിവസം നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ലയണൽ മെസ്സിക്ക് സ്ഥാനമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെ: ലയണൽ മെസ്സി ഇന്നലെ കൃത്യമായി പരിശീലനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റാർട്ടറായിട്ടാണോ, കുറച്ച് സമയം മാത്രമാണോ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. തീർച്ചയായും ഞാൻ ലയണൽ മെസ്സിയോട് നാളെ കളിക്കുന്ന വിവരത്തെക്കുറിച്ച് നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നിരുന്നാലും നാളത്തെ കളിയിൽ ലയണൽ മെസ്സി കളിക്കാൻ സാധ്യതയുണ്ട്.